ഹലോ, അപ്പം നമ്മളിന്നൊന്ന് പുറത്ത് പോവാണ്. ഞാനും മോനും കൂടിയിട്ടാണ് പുറത്ത് പോകണത്. ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല. അപ്പോൾ പുറത്ത് പോകുന്നതിൻ്റെ ത്രില്ലിലാണ് മോൻ. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകാൻ. അപ്പം ഞാൻ അവനെ കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ മാൾ ഓഫ് ഉമ്മൽക്കോയിലാണ് പോണത്. നമ്മുടെ ഉമ്മൽക്കോയിൻ മാൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ മാക്സിൽ നല്ല ഓഫർ കാണുന്നുണ്ട്. അപ്പോൾ മാക്സിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇവനെ പിടിച്ചാൽ കിട്ടില്ലേ, അവന് ഓടി. അപ്പോഴേക്കും ഞാൻ പിടിച്ച് നിർത്തിയിട്ടോ, ട്രോളിയിൽ കയറ്റി അവനെ. അപ്പോൾ നമ്മൾ മാക്സിലൊന്ന് കയറി കറങ്ങിയിട്ടാ. പക്ഷെ എനിക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് തൃപ്തിയാവണ്ടേ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുത്തുമ്പോൾ. പിന്നെ അങ്ങനെ ബാഗുകൾ എല്ലാത്തിനും നല്ല ഓഫറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പിടിക്കണില്ല. ഞാൻ ഇടയ്ക്ക് കാണാറുള്ള ഡ്രസ്സുകൾ തന്നെ എല്ലാതും അങ്ങനെ. പിന്നെ ക്യൂട്ടായിട്ട് കമ്മലുകളും വളകളും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ വളകൾക്കൊന്നും ഓഫറൊന്നുമില്ല കേട്ടോ. എനിക്ക് ക്ലിപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു പേഴ്സ് ഇഷ്ടമായതൊക്കെ ഞാൻ കണ്ണു വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഏട്ടനോട് പറയണം പോയിട്ട്. വിഷുവൊക്കെ അല്ലേ, മോനൊരു ഷർട്ടൊക്കെ നോക്കാൻ പോയതാണ്. പക്ഷെ ഇവൻ്റെ സൈസൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല മാക്സിൽ. അത് നമ്മൾ അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല വിചാരിച്ച് പുറത്തിറങ്ങിയിട്ടാ. ഇവന് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണത് അധികം ഇഷ്ടമല്ല. അവൻ എല്ലായിടത്തേക്കും ഓടണേ. അവന് ട്രോളിൽ നിന്ന് ഓടാണ്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മൾ ലുലുവിലേക്കുള്ള പോക്കാണ്. അപ്പോൾ സ്കെച്ചേഴ്സിൽ ഒന്ന് നോക്കിയിട്ടാ. സ്കെച്ചേഴ്സിൽ അങ്ങനെ ഓഫറും അങ്ങനെ ഇല്ല. ബൈ 2 get 1 ആണല്ലോ ഓഫർ സ്കെച്ചേഴ്സിൽ. അവൻ്റെ ഓട്ടം ലുലുവിലേക്കുള്ള ഓട്ടമാണ്. ഇനിയിപ്പോൾ ലുലുവിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടുള്ളൂ. ആ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ്റെ അവിടെ ഉണ്ടാവും. ഓടിയിട്ട് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ്റെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടവനെ. ഞാൻ വരുമ്പോഴേക്കും ഒരാൾ പണിയെ തുടങ്ങിയിരിക്കുന്നു. ചോക്ലേറ്റ് ഓപ്പൺ ചെയ്ത് കഴിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അവനെ അറിയാം എവിടെ ചോക്ലേറ്റ് ഇരിക്കണേ, എല്ലാതും എവിടെ ഇരിക്കണമെന്നൊക്കെ മൂപ്പരാൾക്ക് നല്ല അറിയാം കേട്ടോ. അപ്പോൾ ഒരു സ്നാക്സൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ട്രോളിയിൽ കയറ്റിയിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്കൊരു മിൽക്ക് എടുക്കണമായിരുന്നു. മിൽക്ക് എടുത്തു. പിന്നെ എൻ്റെ മിന്നൂസ് കുറേ ദിവസമായി എൻ്റെ അടുത്ത് പീൽ ചെയ്യണ മാംഗോ ഉണ്ട്, ലുലുവിൽ പോകുമ്പോൾ നോക്കി നോക്കുക എന്ന് പറയണു. ഫൈനലി നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിന്നൂസിന് വാങ്ങിച്ചു കൊടുക്കണം. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് മിന്നൂസിന് ഇത് വാങ്ങിച്ചു കൊടുക്കണം. ഇതിൻ്റെ കുറേ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ബനാന, പിന്നെ വേറെ ഏതോ ഫ്രൂട്ടും ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കേടെടുത്ത് നമ്മൾ ഒരു തൈര് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒരു ബ്രെഡ് എടുക്കാൻ പോവുകയാണേ. അപ്പോൾ മോൻ്റെ അടുത്ത് ഞാനൊന്ന് പോസ് ചെയ്യടാ എന്നൊരു ഹായ് പറയെന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുകയാണേ. അയ്യടാ അങ്ങനെ ചിരിച്ചു കേട്ടാ. പിന്നെ നമ്മൾ ബ്രെഡ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബാക്കിൽ നമ്മുടെ കൃഷ്ണനും മറ്റ് വിഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസും നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. കാണാൻ എന്ത് രസമാണ്, നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ട്. പിന്നെ കുഞ്ഞു വിളക്കുകളും ഉണ്ട്. ഈ കുഞ്ഞു വിളക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഞാൻ എടുത്തില്ല. ഭയങ്കര പ്രൈസാടോ. എല്ലാത്തിനും അല്ല പ്രൈസ് കൂടുതലാണ്. പിന്നെ വെജിറ്റബിൾസിൻ്റെ അത് കൂടെയൊക്കെ ഒന്ന് നടന്ന് അപ്പോൾ നോക്കുമ്പോൾ ഇതാ പായസം മിക്സുകളൊക്കെ ഇരിക്കണേ. അപ്പോഴാണ് ആലോചിക്കണേ വിഷു പെട്ടെന്ന് എത്തിയെന്ന്. അടുത്ത വെനസ്ഡേ വിഷുവാണ്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ വിഷു ഒന്നും ആഘോഷിക്കില്ല കേട്ടോ. എന്നാലും നമുക്ക് വിഷു, മലയാളീസിന് വിഷു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉത്സവം പോലെ തന്നെയല്ലേ വിഷു. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ്റെ അവിടേക്ക് പോയപ്പോൾ നല്ലോണം മാംഗോയുടെ സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാംഗോസ് ഒന്നും നല്ലതില്ല. അവരുടെ സ്കിന്നൊക്കെ എന്തോ ചുണിഞ്ഞിട്ടിരിക്കണം. പിന്നെ നമ്മളൊരു പാസ്ത എടുത്തു. പാസ്തയുടെ സോസ് എടുത്ത് പിന്നെ നമ്മളങ്ങനെ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി പുറത്തിറങ്ങിയിട്ടോ. ബില്ലിട്ടിട്ട് പുറത്തിറങ്ങി. ബാത്ത് ആൻഡ് ബോഡിയിലൊന്ന് കയറിയിട്ടോ. അവിടേക്കൊന്ന് പോയി. പിന്നെ ഇതാണ് നമ്മുടെ മാളിൻ്റെ ഉള്ളിൽ സിനിമ തിയേറ്റർ, സ്റ്റാർ സിനിമാസ്. പള്ളിച്ചട്ടമ്പിയുടെ ഫ്ലെക്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മൂവി കാണാൻ പോകണമെന്നുണ്ട്. അങ്ങനെ മോന് ഓറഞ്ച് ഹബ്ബിൽ കയറി. അവന് കുറച്ച് നേരം ഒരു അരമണിക്കൂറിൻ്റെ മോൻ്റെ പ്ലേ ടൈമാണ്. അവൻ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഏട്ടൻ വരെ എന്തായാലും ലേറ്റാവെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. ഇനി എനിക്കൊരു സൺസ്ക്രീന് വാങ്ങിക്കാനുണ്ടായിരുന്നു. സൺസ്ക്രീന് നമുക്ക് മിനിസോന്നാണ് നമ്മൾ വാങ്ങിക്കാറ്. എനിക്കുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാട്ട് വാങ്ങിക്കാറ്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ കേട്ടോ. ഈ ബ്രാൻഡ് അങ്ങനത്തെ വലിയ ബ്രാൻഡൊന്നുമല്ല കേട്ടോ. പക്ഷേ ഈ ഐലൈനറൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യും. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ബ്രാൻഡ് കാര്യങ്ങളൊന്നും അല്ലത്. പിന്നെ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്ന സൺസ്ക്രീൻ ഇല്ലടോ, അത് കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അവന് വേറൊരു വാശിയാണ്. അപ്പോൾ ഏട്ടൻ അവനെ കൊണ്ട് ഓടുകയാണ്. പിന്നെ നോക്കുമ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ലൊരു മഴ പെയ്തിട്ട് തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ അങ്ങനെ ഏട്ടൻ വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ച് പിന്നെ പോവുകയായി. റൂമിലെത്തി. പിന്നെ പരിപാടിയൊന്നുമില്ല കേട്ടോ.